ആശാവർക്കർമാരുടെ അടുത്തേക്കൊന്ന് പോകണം. 34 ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ 34 ദിനരാത്രങ്ങൾ കഴിഞ്ഞു അവർ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിജീവനം, അതും ഏറ്റവും അടിസ്ഥാനപരമായ അതിജീവനം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, ചോദിക്കുന്നത്. അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകാതിരുന്നൊരു സാഹചര്യത്തിൽ ഇന്നലെ അവർ പൊങ്കാലയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കേന്ദ്രം നേരിട്ട് വേതനം നൽകണം എന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടുകയും ധനസഹായം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ ഈ ആശാവർക്കർമാരുടെ സമരപന്തൽ പാലിച്ച ആളാണ്. കാരണം സെക്രട്ടേറിയറ്റ് നടയിലുള്ള ആശാവർക്കർമാരുടെ സമരത്തിനിടയിലേക്ക് കുടയും ചൂടി വരുന്നു. മഴയത്ത് അവർക്ക് ഉറപ്പ് നൽകുന്നു, ഞാൻ ഇക്കാര്യത്തിൽ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും, വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ കാണും എന്ന് പറഞ്ഞ് 2ാം ദിവസം അദ്ദേഹം JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. JP നദ്ദ ഇവരെ പരിഗണിക്കുമെന്ന ഉറപ്പ് പാർലമെന്റിൽ നൽകുന്നു. അതിനുശേഷം വീണ്ടും സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നു. അങ്ങനെ ഒരു പ്രക്രിയ, കൃത്യമായ ഒരു പ്രക്രിയ നടത്തുന്നുണ്ട്. അത് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് സംസ്ഥാന സർക്കാർ വഴി തരാൻ നോക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ഈ കാണുന്നത്. ഈ കേന്ദ്രം പണം നൽകിയില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ ആരോപണം കള്ളമാണ് എന്നതിൻ്റെ രേഖകൾ ജനം TV നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കേന്ദ്രം കൃത്യമായി പണം നൽകിയാലും അത് തങ്ങളിലേക്ക് എത്താത്തത് ഖേദകരം. അതാണ് ആശമാർ ജനം TVയോട് അന്ന് വ്യക്തമാക്കിയത്. രശ്മി കാർത്തിക അവർക്കൊപ്പം ചേരും. രശ്മി, അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്താണ്? കാരണം ഒരു ഇടനില നിൽക്കുമ്പോൾ ഇത് ഒരു പക്ഷേ ആശമാരുടെ മാത്രം പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പണം ഏൽപ്പിക്കുകയും ഇത് നിങ്ങളിവിടെ ചിലവാക്കൂ എന്ന് പറഞ്ഞ് നൽകുകയും ചെയ്യുമ്പോൾ അത് പലപ്പോഴും വക മാറ്റി പലയിടങ്ങളിലേക്കും പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതങ്ങനെ സംഭവിക്കരുത്, ഇതും അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അവരെന്ത് പറയുന്നു? വീണ, ഈ സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയിട്ട് ഇന്ന് 34ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ ചൂടൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു 12 മണി 1 മണി സമയമൊക്കെ ആകുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവരിൽ പലർക്കും പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. ഇതൊക്കെ സഹിച്ചാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരുതുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയ സമയത്ത് ഈ ആശമാരിൽ പലരും പറഞ്ഞൊരു കാര്യം, കേന്ദ്ര സർക്കാർ നേരിട്ട് പണം നൽകാനുള്ള ഒരു അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം കേന്ദ്രം പണം അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനാണ് ഇതുവരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രമിച്ചത്. പക്ഷേ നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും കൃത്യമായി NHMന് പണം കൊടുക്കുന്നു എന്നുള്ളതിന്റെ രേഖകൾ സഹിതം ജനം TV പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം, സുരേഷ് ഗോപി നിരന്തരമായി ഈ സമരവേദിയിലേക്ക് വരുന്നത്, ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ആകെ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. സംസ്ഥാന സർക്കാർ ഈ അവരുടെ തൊട്ടു മുൻപിലാണ്, സെക്രട്ടേറിയറ്റിന് തൊട്ടു മുന്നിലാണ് ഈ ആശമാർ, ഇത്രത്തോളം പ്രായമായവർ ഈ തുടർച്ചയായി ഈ സമരം നടത്തുന്നു. അവർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഒന്ന് ചർച്ച നടത്താനോ അല്ലെങ്കിൽ അവരെന്ന് സമാധാനിപ്പിക്കാനോ ഒന്നും ആരോഗ്യമന്ത്രി ആകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ അതിന് ശ്രമിച്ചിട്ടില്ല. ഈ സമരം പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തായാലും ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, മരണം വരെ സമരം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താണ്, ഈ സമരം തുടരുമോ? എങ്ങനെയൊക്കെയാണ്? ഞങ്ങൾക്ക് ശമ്പളം തീർത്ത് കുറവാണ്. ശമ്പളം ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടിക്കിട്ടണം. ഒരു 232 രൂപ കിട്ടിയാണ് ഞങ്ങളുടെ ജീവിത ചെലവ് ഒന്നും ആകത്തില്ല. അപ്പോൾ അത് അല്പം കൂട്ടിക്കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സമരവുമായി മുന്നോട്ട് പോവുകയല്ലേ? തീർച്ചയായിട്ടും 17-ാം തീയതി ഞങ്ങൾ ശക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കേന്ദ്രം മാത്രമാണ് ഇടപെട്ടത്. സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു ചർച്ചയ്ക്കും ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ജനങ്ങളെ സേവിക്കുന്നവരാണ്. ഒരു പാർട്ടിയോ ഒരു നിറമോ ഒരു ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ജനങ്ങളെ നോക്കുന്നത്. അതുപോലെ തന്നെയാണ് പാർട്ടിയെ പറ്റി ഒരു കുറ്റം പറയാനോ അങ്ങനെയുള്ളതിനൊന്നും അല്ല ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് കിട്ടാനുള്ള വേതനം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമര പരിപാടി. അത് ഞങ്ങൾക്ക് നേടിയെടുത്തിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഇത് തന്നെയാണെങ്കിലും എത്ര ദിവസം കഴിഞ്ഞാലും ഈ സമരമുഖത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. വളരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് ആശമാർ പറയുന്നുണ്ട്. ഏതായാലും ഇത്രത്തോളം ദിവസമായി, 34 ദിവസം എന്ന് പറയുമ്പോൾ അത് വളരെ കൂടുതൽ തന്നെയാണ്. ഇത്രയും ദിവസമായിട്ടും ഇവർ ഈ നീതിക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. ഇതിൽ ആകെ ആശ്വാസമായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ്. കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി കൃത്യമായും അവർ കള്ളം പറയുക എന്നുള്ളതും തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇനി ഇവർക്ക് ആശമാർക്ക് ആകെ പ്രതീക്ഷയുള്ളതും കേന്ദ്രത്തിൽ മാത്രമാണ്. വിരമിക്കൽ ആനുകൂല്യമായി അത് തന്നെയല്ലേ അവരുടെ വാക്കുകളിൽ പ്രകടമാകുന്നതും. അതായത് കേന്ദ്രം നേരിട്ട് പണം തരണം എന്ന് അവർ അഭ്യർത്ഥിക്കുന്നതിനർത്ഥം ഈ സംസ്ഥാന സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ്.
അതെ, ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരു കൂട്ടം ആശാ വർക്കർമാരാണ് നമ്മളോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കണം. എന്തിനാണ് അവരുടെ ഇടനില, സർക്കാരിൻ്റെ ഇടനില ആവശ്യമില്ല, അതിൽ കേന്ദ്രം നേരിട്ട് പണം നൽകാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്താമോ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ട് വെച്ചത്. അവർ പറയുന്നൊരു കാര്യം, കേന്ദ്രം പണം നൽകുന്നുണ്ട്, പക്ഷേ അത് തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എവിടെയാണ് ഈ പണം നഷ്ടപ്പെടുന്നത്? സർക്കാർ അത് വകമാറ്റി ചെലവഴിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. മാത്രമല്ല, ഇവർക്ക് 3 മാസത്തെ കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നു. അത് സമരം ആരംഭിച്ചതിന് ശേഷം ആ കുടിശ്ശിക തന്നു തീർക്കുകയും ചെയ്തു. അപ്പോൾ ആ വളരെ പെട്ടെന്ന് ആ കുടിശ്ശിക തുക അനുവദിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നേരത്തെ അനുവദിച്ചത് കൊണ്ട് തന്നെയല്ല. ഈ സമരം ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സമരം അവസാനിപ്പിക്കാനായി 3 മാസത്തെ കുടിശ്ശികയൊക്കെ നൽകുന്നത് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം. ഏതായാലും വളരെ കഷ്ടമാണ് ഈ ആശാവർക്കർമാരുടെ കാര്യം. ഈ 34 ദിവസമായി ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും, അതും ഈ കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവരൊക്കെ ഇവിടെ സമരം ചെയ്യുന്നത്. അതും ഇവരുടെ ആരോഗ്യമൊക്കെ വളരെ മോശമാണ് എന്നുള്ളത് പലരും പറയുന്നുണ്ട്. ഇവർക്ക് ഒരു ഉച്ച സമയം, ഒരു 1 മണി അല്ലെങ്കിൽ 12 മണിയൊക്കെ സമയമാകുമ്പോൾ ഇവർ വളരെ തളർന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ സമരം വിളിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ അടിയന്തരമായൊരു ഇടപെടൽ, അതും ഇത്രത്തോളം ദിവസമായിട്ടൊരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ് എന്നുള്ളതും ഈ ആശാമാർ പറയുന്നു. കൃഷ്ണരാജ്, സെക്രട്ടേറിയറ്റ് നടയിൽ ആശമാരുടെ സമരം 34 ദിവസമാവുകയാണ്. അപ്പോൾ അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് നേരിട്ട് പണം തരണം എന്നാണ്. വിവരങ്ങൾ നൽകിയത് രശ്മി കാർത്തിക.